കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്തായിരുന്നു പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം? അത് മറ്റൊന്നുമല്ല, വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ബി.ജെ.പിയോടൊപ്പം വന്നിരിക്കുന്നു. ക്രൈസ്തവ മതവിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതാണ് ബി.ജെ.പി. നേതൃത്വം പറഞ്ഞു നടക്കുന്നതും ആ പ്രതീക്ഷയിലാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നതും. കേരളത്തിൽ ആ പ്രതീക്ഷയ്ക്ക് സഹായകരമായ നിലപാട് ക്രൈസ്തവ മതസമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുനമ്പം നിവാസികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുനമ്പം സന്ദർശിച്ചപ്പോൾ ബൊക്കെ നൽകി മാലയിട്ട് സ്വീകരിച്ചു സമരക്കാർ. അതിനേക്കാളും അപ്പുറത്തേക്ക് 50ഓളം ക്രൈസ്തവ മതസമൂഹത്തിൽപ്പെട്ടവർ ബി.ജെ.പിയിൽ ചേരുകയും ചെയ്തു. അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ബി.ജെ.പിക്ക് ഒരു വമ്പൻ തിരിച്ചടി ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിലെ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽ പ്രബലമായ വിഭാഗമാണ് ലത്തീൻ കത്തോലിക്ക സഭ. തീരപ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. മുനമ്പം തീരപ്രദേശമാണ്. മുനമ്പം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള ലത്തീൻ കത്തോലിക്ക സഭ പരസ്യമായി ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ബി.ജെ.പിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു പരിധിവരെ ബി.ജെ.പിക്ക് പിന്തുണ കൊടുക്കുന്ന KCBC-യെയും CBC-യെയും തള്ളിപ്പറയുകയും ചെയ്യുന്നു ലത്തീൻ കത്തോലിക്ക സഭ അവരുടെ മുഖപത്രമായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിൽ. മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഉമ്മീദിലെ നിയത്ത് എന്നാണ്. ഉമ്മീദ് എന്താണ് എന്ന് മുഖപ്രസംഗത്തിലെ ആദ്യ വാചകത്തിൽ തന്നെ വിശദീകരിക്കുന്നുമുണ്ട്. അതിങ്ങനെയാണ്: ഉറുദുവിൽ പ്രത്യാശ എന്നർത്ഥമുള്ള ഉമ്മീദ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതിനുശേഷം പറയുന്നു: മതസ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിൽ തുല്യത എന്നിങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള മൗലികാവകാശങ്ങൾക്ക് എതിരാണ് ഉമ്മീദ് നിയമം എന്നതിനാൽ അത് നടപ്പാക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് രാജ്യത്തെ മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും മറ്റു സമർപ്പിച്ചിട്ടുള്ള ഹർജികളിൽ 9 എണ്ണം അടുത്തയാഴ്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും NDA സഖ്യകക്ഷികളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി മോദി 3-ാം ഊഴത്തിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ചരിത്രപ്രധാനമായ നിയമപരിഷ്കാരം എന്ന വാക്ക് കോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചരിത്രപ്രധാനമായ നിയമപരിഷ്കാരം എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ഈ ബില്ലിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ചില ക്രൈസ്തവ മത പുരോഹിതരും വിശേഷിപ്പിക്കുന്നത് അതിനെ കളിയാക്കിക്കൊണ്ട് അത് പ്രത്യേക കോട്ടിൽ കൊടുത്തിരിക്കുകയാണ് ഈ മുഖപ്രസംഗത്തിൽ എന്നോർക്കണം. ചരിത്രപ്രധാനമായ നിയമപരിഷ്കാരം വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും മാത്രമല്ല നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. മുഖപ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനം. മുനമ്പം നിവാസികളെ കുടിയിറക്കരുതെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഏതു നടപടിയെയും പിന്താങ്ങുമെന്നും മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഉമ്മീദ് നിയമത്തിന് എതിരെ സമർപ്പിച്ച ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട്. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചാരണം കൊഴുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്ന് വിവേകമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കേരളത്തിന്റെ മലയോര കുടിയേറ്റ മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായതുപോലെ തീരപ്രദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം കളമൊരുക്കുമെന്ന ഉമ്മീദിൽ ഊറ്റം കൊള്ളുന്നവർ പുതുമഴയിലെ ഇയാമ്പാറ്റകളെ പോലെ ഈ കടപ്പുറത്ത് തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. നിശിതമായി വിമർശിക്കുന്നു ബി.ജെ.പിയെ. പേരെടുത്ത് പറയുന്നില്ല, നിശിതമായി വിമർശിക്കുന്നു വഖഫ് നിയമത്തെ അനുകൂലിക്കുന്നവരെ. അതിൽ ക്രൈസ്തവ മതവിഭാഗമുണ്ട്. KCBC-യും CBC-യെയും വഖഫ് നിയമത്തെ പിന്തുണച്ചിരുന്നു. സംസ്ഥാനത്തെ ബിഷപ്പുമാരുടെ സംഘടനയാണ് KCBC. ദേശീയ അടിസ്ഥാനത്തിലുള്ള ബിഷപ്പുമാരുടെ സംഘടനയാണ് CBCI.
ഈ രണ്ട് സംഘടനകളും വഖഫ് നിയമത്തെ അനുകൂലിച്ചിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം മുനമ്പമാണ്. എന്നാൽ മുൻപ് പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഈ നിയമത്തിന് കഴിയില്ല എന്നത് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വെറും BJPയുടെ പ്രചാരണം മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ ജീവനാഥത്തിൽ ഈ മുഖപ്രസംഗം വരുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ മലയോര കുടിയേറ്റ മേഖലകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായതുപോലെ തീരപ്രദേശത്തും വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ, മലയോര മേഖലയിൽ ഇതിനകം തന്നെ വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിച്ച് അവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ BJPക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ തീരപ്രദേശത്തേക്കും കൊണ്ടുവരുവാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. ഉമ്മീദിൻ ഊറ്റം കൊള്ളുന്നവർ, ഈ നിയമത്തിൽ, വഖഫ് നിയമത്തിൽ ഊറ്റം കൊള്ളുന്നവർ പുതുമഴയിലെ ഈയാമ്പാറ്റകളെ പോലെ ഈ കടപ്പുറത്തു തന്നെ അടിഞ്ഞുകൂടുന്നത് കാണാൻ എത്ര കാലം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈ പറയുന്നതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിലെ BJP നേതൃത്വം വഖഫ് നിയമത്തെ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു മുഖപ്രസംഗം. ഉമ്മീദിന്റെ ശരിയായ നിയത്ത് പിടികിട്ടാതെ ആശയക്കുഴപ്പത്തിലായവർ പലയിടത്തുമുണ്ട്. രാജ്യസഭയിൽ ബില്ലിനെ എതിർക്കണമെന്ന് ഒഡീഷയിൽ നിന്നുള്ള 7 ബിജു ജനതാദൾ MP-മാർക്ക് പാർട്ടി അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ വോട്ടെടുപ്പിന്റെ രാവിൽ പാർട്ടി വിപ്പിന് പകരം മനസാക്ഷി വോട്ട് എന്ന സന്ദേശം എവിടെയോ നിന്നു വന്നു. BJD സഭാകക്ഷി നേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖവുമായ കണ്ടമാലിൽ നിന്നുള്ള ക്രൈസ്തവ MP സസ്മിസ് പാത്ര ഉമ്മീദിന് അനുകൂലമായി വോട്ട് ചെയ്തു. CBCIയുടെ ആഹ്വാനം ചെവിക്കൊണ്ടാണ് താൻ ബില്ലിനെ പിന്താങ്ങിയതെന്ന് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ആശയക്കുഴപ്പമുണ്ടാക്കാൻ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും BJPക്കും BJPയുടെ പ്രചാരണ യന്ത്രങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വീണുപോയ ആളാണ് BJDയുടെ MP എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. BJDയുടെ ക്രൈസ്തവ MP സസ്മിസ് പാത്ര വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞത് CBCI അനുകൂലിച്ചത് കൊണ്ടാണ് എന്നാണ്. ആശയക്കുഴപ്പമുണ്ടാക്കാൻ CBCIയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിഞ്ഞു, അവർ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. KCBCയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. ദേശീയ തലത്തിൽ ക്രൈസ്തവ MP-മാർക്ക് പോലും ഒരു നിലപാടെടുക്കാൻ കഴിയാതെ വന്നു എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിശിതമായ വിമർശനമാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ തള്ളിപ്പറയുന്ന, BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ തച്ചുടക്കുന്ന മുഖപ്രസംഗമാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ ജീവനാഥത്തിൽ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമായി കിടക്കട്ടെ, അത് വായിച്ച് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പറയുകയും അവർക്കൊരു, എന്ന് വെച്ചാൽ ഇപ്പോഴും വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുകയും BJP മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് ഒരു നല്ല പാഠമായി ഈ മുഖപ്രസംഗം മാറട്ടെ എന്ന് ആശംസിക്കുന്നു.